ഇന്ന് നമുക്കൊരു ഉത്സവത്തിന് പോയിട്ട് വന്നാലോ? വേളത്തമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ ശിവരാത്രിൻ്റെ ടൈമിലാണ് ഇവിടെ ഉത്സവം ഉണ്ടാവില്ല. നമ്മളെത്തുമ്പോഴേക്ക് തുടങ്ങിയിട്ട് കുറച്ച് സമയമായിന്. അപ്പോൾ ആൾക്കാരെല്ലാം വന്ന് സീറ്റെല്ലാം ഫുള്ളായിനു. അപ്പോൾ പിന്നെ പുറത്തോട്ട് നിന്നിട്ടാണ് കണ്ടത്. ഇത് കഴിഞ്ഞിട്ട് വലിയ വെടിക്കെട്ടുണ്ട്. നല്ല വൃത്തിക്ക് കണ്ടിട്ടുണ്ടേനും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇരുന്നിട്ടും കണ്ടു. ഇവിടുത്തെ ഉത്സവത്തിൻ്റെ മെയിൻ ഈ തിടമ്പ് നൃത്തം അതുപോലെ തന്നെ വെടിക്കെട്ടുമാണ്. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല രസമാണ്. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കഥയുണ്ടോ എനിക്ക് പണ്ടേ ഉള്ള ഡൗട്ടാണ്. ഇത് ഇവരെപ്പോൾ പഠിക്കുന്നതെന്നൊക്കെ ഉള്ളത്. കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ലാസ്റ്റിൽ ഇവർ മുഴുവൻ ഉത്സവം കഴിഞ്ഞിട്ടാകുമ്പം ആ തലയിൽ വെച്ചിട്ടുള്ള വെള്ള സാധനം അവിടെ പിടിച്ചിട്ടിങ്ങനെ നിൽക്കും. അപ്പോൾ എല്ലാവരും പോയിട്ട് അതിനകത്ത് ദക്ഷിണ കൊടുക്കും. പണ്ടെല്ലാം നമ്മൾ ചെറുപ്പമായ സമയത്തെല്ലാം നമ്മൾ നേരത്തെ പോകുകയായിരുന്നു ഉത്സവം കാണാൻ വേണ്ടിയിട്ട്. സന്ധ്യയ്ക്ക് പോയി അമ്പലത്തിലെല്ലാം കയറി തൊഴുതിട്ട് പിന്നെ ഉത്സവം കാണാൻ വേണ്ടിയിട്ടിരിക്കും. എന്നിട്ട് തുടങ്ങിയിട്ട് തീരുന്നവരെ കാണുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് പോയിട്ട് വെടിക്കെട്ടെല്ലാം കണ്ട് എന്നിട്ട് തിരിച്ച് നേരെ വീട്ടിലേക്ക് വരും. ശിവരാത്രി എടുക്കുന്നവരാണെങ്കിൽ വെടിക്കെട്ട് കണ്ടിട്ടാകുമ്പം അവിടെ തന്നെ ഇരിക്കുക. അവിടെ ഡാൻസും പാട്ടും കുറേ പരിപാടികളെല്ലാം ഉണ്ടാവും. എല്ലാ കൊല്ലവും ഡാൻസ് ഇല്ലാന്നുണ്ടാവില്ല, ഈ കൊല്ലം ഉണ്ടായിരുന്നു. പിന്നെ ശിവരാത്രി എടുക്കാത്തതുകൊണ്ട് നമ്മൾ നേരെ ഉത്സവം കഴിഞ്ഞ് വെടിക്കെട്ടും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്ന്. ലാസ്റ്റിലോട്ട് ദക്ഷിണ കൊടുക്കാനായപ്പോഴെല്ലാം ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കാൻ നോക്കി, പക്ഷെ വൃത്തിയിൽ കിട്ടിയില്ല. പിന്നെ നമ്മൾ വെടിക്കെട്ട് തുടങ്ങി. ആദ്യമെല്ലാം നല്ല വൃത്തിക്ക് പൊട്ടിയിട്ട് ലാസ്റ്റോട്ട് എത്തുമ്പോൾ പിന്നെ വിട്ട് അങ്ങനെ ഉണ്ടായിന്. പിന്നെ ഏറ്റവും ലാസ്റ്റാണ് മെയിനായിട്ടുണ്ടാവുന്നത്. ലാസ്റ്റിൽ നിർത്താണ്ടിങ്ങനെ പൊട്ടും. അത്